കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആവർത്തന പുസ്തകം 31 അധ്യായം അതിൻ്റെ 8 വാക്യത്തിൽ, യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് വചനം പറയുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഒരു ദുർഘട പിടിച്ച പാതയിൽ കൂടെ, അല്ലെങ്കിൽ അതൊരു ഇരുട്ടായിരിക്കാം, നാം പോകുമ്പോൾ നാം വളരെ ഭയപ്പെടാറുണ്ട്. പക്ഷേ ആ വഴിയെ പരിചയമുള്ള ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് മുൻപായിട്ട് പോകുന്ന ആൾ ഒരു ധൈര്യശാലിയായിരുന്നാൽ നാം എന്ത് ചെയ്യും? അയാളെ മുമ്പ് വിട്ടിട്ട് നാം പുറകെ നിന്ന് പോകും. കാരണം എന്തെന്ന് പറഞ്ഞാൽ, മുമ്പേ പോകുന്ന ആൾക്ക് വഴിയും അറിയാം, അതുമല്ല ധൈര്യശാലിയുമാണ്. അതുകൊണ്ടാണ് നാം മുമ്പേ വിട്ടിട്ട് പുറകെ നിന്ന് പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിത യാത്രയിലും ദുർഘടമായി പിടിച്ച ചില പാതകളുണ്ട്, ജീവിത സാഹചര്യങ്ങളുണ്ട്. ഒരു തരത്തിലും മുമ്പിട്ട് പോകുവാൻ സാധിക്കത്തില്ല. ഓഫീസ് കാര്യങ്ങളായാലും കുടുംബകാര്യങ്ങളായാലും സമൂഹത്തിലുള്ള കാര്യങ്ങളായാലും പ്രശ്നങ്ങളുടെ മധ്യയിലിരിക്കുമ്പോൾ അതിനെ തീർത്ത് തരുവാൻ പോലും ആരെങ്കിലും നമുക്ക് മുമ്പ് കാണത്തില്ല. കണ്ണുനീരോടെ ഇരിക്കുന്ന നേരത്തിൽ എൻ്റെ പ്രിയ ദൈവഭക്തകളെ, നമ്മൾ ഈ വചനത്തെ ഓർക്കണം. കാരണം എന്ന് പറഞ്ഞാൽ, യഹോവ നമുക്ക് മുൻപാകെ പോകും എന്ന്. അപ്പോൾ നമുക്ക് മുൻപായിട്ട് എല്ലാം അറിയുന്ന യഹോവയെ നാം വിട്ടിട്ട് നാം പുറകെ നിന്ന് പോകുകയാണെങ്കിൽ എല്ലാത്തിനും ശരിയാക്കി തരുവാൻ കർത്താവിനെ കൊണ്ട് കഴിയും. അത് എങ്ങനെയാണ് കർത്താവിനെ നമുക്ക് മുമ്പായിട്ട് വിടുന്നതെന്ന് വെച്ചാൽ, നാം ഏത് പ്രശ്നത്തിലായിരിക്കുന്നുവോ അത് പ്രാർത്ഥനയിൽ കൂടെ വിശ്വാസത്തോടു കൂടെ കർത്താവിനോട് നാം സമർപ്പിക്കണം. നാം കർത്താവിനോട് വിശ്വാസത്തോട് സമർപ്പിക്കുമ്പോൾ ആ കാര്യങ്ങളുടെ പൊറുപ്പ് ദൈവം തൻ്റെ ദൂതന്മാരെ ഏൽപ്പിക്കും. നാം തന്നെ അതിൽ പോകുന്നതിന് മുമ്പേ അത് ശരിയാക്കുവാൻ ദൈവം തൻ്റെ ദൂതനെ അയച്ചിരിക്കും. അങ്ങനെ ആ ഒരു പാതകളെ നിരപ്പാക്കി തരുവാൻ കഴിയും. അതാണ് ദൈവവചനം പറയുന്നത്, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കുകയും അരുത്, ഭ്രമിക്കുകയും അരുത്. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പേടിച്ച് ഭ്രമിച്ച് പോയിരിക്കേണ്ട. നിങ്ങൾ ഏത് വിഷയത്തിൽ പേടിച്ചിരിക്കുന്നുവോ, ഏത് വിഷയത്തിൽ നിങ്ങൾ കലങ്ങിപ്പോയിരിക്കുന്നുവോ, ആ വിഷയത്തെ ഇന്ന് പ്രാർത്ഥനയോടുകൂടെ മുട്ടിന്മേൽ നിന്ന് ദൈവസന്നിധിയിൽ കൊടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് അതിലൊരു വഴി കാട്ടിത്തരും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ജീവിത സാഹചര്യങ്ങളുടെ നിമിത്തം മുമ്പോട്ട് കർത്താവെ പോകുവാൻ, കർത്താവെ ഹല്ലേലൂയ, ഇവർ പേടിച്ചിരിക്കുമ്പോൾ പല ബിസിനസ്സുകളും ചെയ്തിട്ട് അതിൽ തകർന്നു പോയി. ഇനി ഞാൻ ഇത് ചെയ്താൽ ദൈവം എനിക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുമോ? പല പ്രാവശ്യവും ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് വന്നു. എല്ലാം ദൈവം എനിക്കൊരു വരുമാനം എനിക്ക് നേടുവാൻ സാധിച്ചില്ല. അതെല്ലാം തകർന്ന അവസ്ഥയിൽ ഞാൻ വീണ്ടും വന്നു ചേർന്നു. പല ഇൻ്റർവ്യൂകളിൽ ഞാൻ ചെന്ന് പങ്കെടുത്തു. പക്ഷേ ഒന്നിലും എനിക്ക് ജയിക്കുവാൻ കഴിഞ്ഞില്ല. എനിക്കൊരു ജോലി കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മക്കൾക്ക് പല വിവാഹാലോചനകളും വന്നു. പക്ഷെ ഒന്നും എനിക്ക് ശരിയാത് തെറ്റതെന്ന് അറിയാതെ ഒന്നിനെയും എനിക്ക് സ്ഥിരപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ കലങ്ങിപ്പോയി വേദനയോടിരിക്കുന്ന ഈ കുടുംബത്തിന്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, അങ്ങേ മുൻപേ വിട്ടിട്ട് പുറകെ നിന്ന് പോകുമ്പോൾ അങ്ങ് വഴി ഇതിലേ എന്ന് ചൊല്ലുന്ന ഒരു ശബ്ദം കേൾക്കും എന്ന് അങ്ങയുടെ വചനം പറയുമ്പോൾ, അങ്ങേ മുമ്പ് വിട്ട് അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ച് അങ്ങയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തരും കൃപ നൽകണമേ. ഇവർ ഏതിലേക്ക് വേണ്ടി തകർന്നുപോയി വീഴുന്നുപോയി കർത്താവെ കണ്ണുനീരോടിരിക്കുന്നുവോ, അതിലൊരു മറുപടി ലഭിച്ച് അങ്ങിൽ സന്തോഷിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.